ഹലോ, ഇന്ന് ഞാൻ ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാഗി സേമിയ വെച്ചിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ റാഗി സേമിയ? ഇവിടെ പൊതുവേ രാത്രി ഭക്ഷണത്തിന് റാഗി സേമിയ ഉണ്ടാവാറുണ്ട്. അധികവും പുട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പുട്ട് എല്ലാവർക്കും മടുപ്പായപ്പോഴാണ് വേറൊരു രീതി പരീക്ഷിച്ചതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഒരുപാട് വെജിറ്റബിൾസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളും കൂടി കഴിക്കും. ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ഒരു ഉപ്പുമാവ് പോലെയാണ്. പക്ഷേ എന്നാൽ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല. നമ്മൾ ബിരിയാണി മസാലയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബിരിയാണി ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ ടേസ്റ്റ് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും. ഒരുപാട് വെജിറ്റബിൾസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചേർക്കാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ലോങ് വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാവുന്നതാണ്. നമ്മൾ റാഗി സേമിയ ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് ഒരു മിനിറ്റൊക്കെ കുതിർത്തെടുക്കുക. അതിന് ശേഷം നന്നായിട്ട് പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. അതിലേക്ക് കുറച്ച് സവാള, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പയർ, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇത്രയും നമ്മൾ അരിഞ്ഞു വെച്ചതാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ നേരത്തെ പട്ടാണിക്കടല വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ചേർത്തിട്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. അതിനുശേഷം ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, വളരെ കുറച്ചാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്, കുട്ടികൾക്കും കൂടി കഴിക്കാനുള്ളതായതുകൊണ്ട്. അതേപോലെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള അളവിൽ ബിരിയാണി മസാലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആവി കയറ്റിയെടുത്തിട്ടുള്ള പുട്ട് ഈ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ചിരകിയിട്ടുള്ള തേങ്ങ കൂടി ചേർത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി പരീക്ഷിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.